ഹായ് ഓൾ, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കപ്പൂഞ്ഞ് തോരനുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ചക്കപ്പൂഞ്ഞെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവാണ്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ആരും സ്കിപ്പ് ചെയ്യരുത്, തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ആരും ഒഴിവാക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുക്കിംഗ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രയും ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഒരു 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ചക്കപ്പൂഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കപ്പൂഞ്ഞ് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാള, ഉരുളക്കിഴങ്ങ്, ചക്കക്കുരു, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചക്കപ്പൂഞ്ഞിന് ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി ഒരുപാട് കൂടണ്ട, അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ അത് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും ഒരു അര മുതൽ 1 സ്പൂൺ വരെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പിനുള്ളത് അരച്ചെടുക്കാം. അപ്പോൾ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനി അതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് തോരൻ്റെ പരുവത്തിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ചക്കപ്പൂഞ്ഞിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ രീതിയിലൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാവൂ. അപ്പോൾ ഈ 2 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കപ്പൂഞ്ഞ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പൂഞ്ഞ് തോരനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഞാൻ അശ്വതി. ടേക്ക് കെയർ, ബൈ.